എനിക്ക് ഈ പടം ഉണ്ടല്ലോ ഒരുപാട് ഇഷ്ടമായി. ഞാൻ ഒരുപാട് ചിരിച്ചിട്ടാണ് ഈ പടം കണ്ടത്. എൻ്റെ വീട് കാസർഗോഡാണ്. അപ്പൊ നമ്മളെ നാട്ടില് ചെറുപ്പത്തില് അച്ചച്ചൻ വാവ് കഴിക്കലുണ്ട്. വാവ് കഴിക്കൽ എന്ന് വെച്ചാല് വാവ് ദിവസം ഭക്ഷണം ഉണ്ടാക്കിയിട്ട് മരിച്ച ആൾക്കാരുടെ ആത്മാക്കൾക്ക് കൊടുക്കുന്ന ഒരു ചടങ്ങ്. അപ്പൊ ഈ വാവ് കഴിക്കുന്ന സമയത്ത് വീതം വെക്കുന്ന ഒരു പരിപാടിയുണ്ട്. വീതം വെക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ മരിച്ച ആൾക്കാർക്ക് കൊടുക്കുന്നതിനെയാണ് വീതം വെക്കൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറയലും വാവിന് വീതം വെക്കൽ എന്ന് പറയും. അപ്പൊ ഈ വീതം വെക്കുന്ന ഒരു ചടങ്ങ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഉണ്ടാക്കിയ ഭക്ഷണം എല്ലാം ഒരു മുറിയിൽ കൊണ്ടുപോയിട്ട് ഇലയിട്ടിട്ട് അവിടെ ഇങ്ങനെ വിളമ്പും. ഓരോ വിഭവങ്ങളും വിളമ്പും. വിളമ്പിയതിന് ശേഷം പിന്നെ അതിൽ മദ്യം അടക്കം ഉണ്ടാവും ട്ടോ. അതവിടെ വെച്ചിട്ട് ഞങ്ങളോടെല്ലാം പുറത്തിറങ്ങാൻ പറയും അച്ചച്ചൻ. പുറത്തിറങ്ങാൻ പറഞ്ഞിട്ട് വാതിലടക്കും. അച്ചച്ചനും പുറത്തിറങ്ങിയിട്ട് വാതിലടക്കും. വാതിലടച്ചിട്ട് അച്ചച്ചൻ പറയും അവരിപ്പോ കഴിക്കാൻ വരും. അപ്പോ നിങ്ങൾ ആരും ഒച്ചയുണ്ടാക്കാതെ ഇവിടെ നിൽക്കണം എന്ന് പറയും. അപ്പൊ ഞങ്ങളൊക്കെ ഭയങ്കര ആകാംക്ഷയാണ് ചെറുപ്പത്തില്. നമ്മള് ശബ്ദമൊന്നും ഉണ്ടാക്കാതെ അവിടെ നിൽക്കും. എന്നിട്ട് നമുക്ക് ഭയങ്കര കൗതുകമാണ്. ഇവര് വന്നോ കഴിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര കൗതുകമാണ്. അപ്പൊ അച്ചച്ചൻ ആദ്യം പിന്നെ ഏഹ് ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് അച്ചച്ചനാണ് ആദ്യം കേറുക. അപ്പൊ അച്ഛൻ കേറുന്നതിന് മുമ്പ് ഡോറിന് തട്ടും. ഡോറിന് തട്ടിയിട്ട് കേറിക്കോട്ടോ എന്നിട്ട് സൗണ്ടെല്ലാം ഉണ്ടാക്കും. എന്നിട്ട് സൗണ്ടെല്ലാം ഉണ്ടാക്കി ഡോറിനെല്ലാം തട്ടിയിട്ടാണ് അച്ഛൻ കേറല്. അപ്പൊ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. ഇതിനകത്ത് വേറെ ആളുണ്ട് എന്ന് തന്നെ ഫീൽ ചെയ്യും. അപ്പൊ ഇങ്ങനെ ഇതിനകത്ത് കേറിയിട്ട് പിന്നെ ഈ ഇലയൊക്കെ ഒന്ന് അനക്കും. ഇലയൊക്കെ അനക്കി അവർക്ക് വേണ്ടിയിട്ട് ഇരിക്കാൻ വെച്ച പലക ഉണ്ടാവും. ഈ പലകയൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് പിന്നെ അച്ഛൻ പറയും ഇനി ഇതെല്ലാം പ്രസാദമായിട്ട് എല്ലാവരും എടുത്തോന്ന് പറയും. അപ്പൊ ഇതാണ് ഈ പരിപാടി എന്ന് പറയുന്നത്. അപ്പൊ ഞാനപ്പോ ഇതിനകത്ത് കയറിയ പാട് ഞാൻ നോക്കി ഇവർ കഴിച്ചതിന്റെ എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് നോക്കുന്ന സമയത്ത് എനിക്കില്ലേ ചെറുപ്പത്തിൽ എപ്പോഴും അതിൽ നിന്ന് കുറച്ച് ഭക്ഷണം കുറഞ്ഞ പോലെയും അതേപോലെ അതിന്റെ സൈഡ് ഇപ്പൊ അപ്പമൊക്കെ ആണെങ്കിൽ അപ്പത്തിന്റെ ഒക്കെ സൈഡ് ഇങ്ങനെ പോയതുപോലെയൊക്കെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് അച്ചച്ചൻ തന്നെ ഇത് നുള്ളി മാറ്റിയതായിരിക്കും. നമ്മൾ ചെറുപ്പത്തിൽ നമുക്കത് അങ്ങനെ അറിയില്ലല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്. ഈ പരിപാടി ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഇത് എനിക്കൊന്ന് മംഗലാപുരം ഭാഗത്താണ് ഈ കഥ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കാസർഗോഡിന്റെ കുറെ സാധനങ്ങൾ മംഗലാപുരമായിട്ട് കണക്ട് ചെയ്ത് വരുന്നതുകൊണ്ട് നമുക്കത് കുറെ കൂടി കണക്ട് ആയിരുന്നു. അപ്പൊ ഇത് ഈ ഈ സിനിമയിൽ കാണിക്കുമ്പോൾ ഭയങ്കര ഭംഗിയായിരുന്നു. ഭയങ്കര ഭംഗി എന്ന് ഞാൻ ഒരുപാട് ചിരിച്ചു. അത് മാത്രമല്ല ഇതിൽ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ഒരു സതീഷ് അണ്ണനുണ്ട്, ഒരു രവി അണ്ണനുണ്ട്, പിന്നെ അശോകൻ. ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്ന JP തുമിനാട് എന്ന് പറയുന്ന പുള്ളി തന്നെയാണ് ഇത് എഴുതിയിരിക്കുന്നത്. പുള്ളി ഇതിലൊരു പ്രധാനപ്പെട്ട കഥാപാത്രവും ചെയ്തിട്ടുണ്ട്. അശോകൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രവും ചെയ്തിട്ടുണ്ട്. ഇതിൽ അഭിനയിച്ച ആൾക്കാരിലുണ്ടല്ലോ എന്ത് ഭംഗിയായിട്ടാണെന്നറിയോ അഭിനയിച്ചിരിക്കുന്നത്. എല്ലാവരുടെ പെർഫോമൻസും ഒന്നിനൊന്ന് മികച്ച പെർഫോമൻസ് ആയിരുന്നു. ഒരുപാട് ചിരിപ്പിച്ചു. ഇതൊരു ഹൊറർ പശ്ചാത്തലമാക്കിയിട്ടാണ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത്. ഒരു ഹൊറർ കോമഡി. അതാണ് ഇതിന്റെ ഒരു ഓണർ എന്ന് പറയുന്നത്. അപ്പോ ഞാനിത് ഭയങ്കരമായിട്ട് ആസ്വദിച്ചിട്ടാണ് കണ്ടത്.